ഇതാണ് നമ്മുടെ ഇപ്പം കേരളത്തിലെ സ്ഥലപരിമിതിയിലുള്ള ആളുകളൊക്കെ വെക്കുന്നൊരു മാവാണ് തായ്ലാൻഡ് ഓൾ സീസൺ. തായ്ലാൻഡ് ഓൾ സീസൺ മാവെന്ന് പറയുമ്പോൾ ഇത് വേനലും മഴക്കും നമുക്ക് മാങ്ങ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ മാങ്ങ പിടിക്കുന്ന ഒരു ഇനമാണ് തായ്ലാൻഡ് ഓൾ സീസൺ. ഇത് നമ്മൾ ഈ ഒരു ചെറിയ തൈ തന്നെ ഒരു 3 മാസം കൊണ്ട് തന്നെ ഇതിൽ പൂ വരും. പിന്നെ ഒരു 3 മാസം ഒരു 6 മാസം ആകുമ്പോഴേക്കൊക്കെ നമുക്ക് മാങ്ങ ചെറിയ മാവ് തന്നെ ഒരു 2-3 മാങ്ങ ഒക്കെ ചെറിയ മാവ് തന്നെ കിട്ടും. പുഴുക്കുത്തുണ്ടാവുന്നില്ല. എന്നാലും വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ സമയത്തും വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഒരു മാങ്ങ കിട്ടുന്ന ഒരു ഇനമാണ് ഇത്. ഇതൊരു വിദേശ ഇനമാണ്. ഇത് തായ്ലാൻഡിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തായ്ലാൻഡ് ഓൾ സീസൺ മാങ്ങയാണിത്. അതുകൂടാതെ തന്നെ തായ്ലാൻഡിൻ്റെ കാറ്റിമോൺ എന്ന് പറയുന്നൊരു വേറൊരു മാങ്ങയും കൂടിയുണ്ട്. അത് കുറച്ചും കൂടെ നീളമുള്ള മാങ്ങയാണ്. കുറച്ച് നല്ല ഒരു ഫ്ലഷി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. ഇത് അത്ര കുഴപ്പമൊന്നുമല്ല, നല്ല മാവ് തന്നെയാണ്. നമുക്ക് എല്ലാ സമയത്തും മാത്രമല്ല മാങ്ങ പിടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ആർക്കും ഉണ്ടാവില്ല. എന്തായാലും മാങ്ങ പിടിച്ചിരിക്കും. ഒരു 6 മാസം കൊണ്ട് തന്നെ മാങ്ങ പിടിച്ചിരിക്കും. നമ്മൾ വീട്ടു വളപ്പിൽ വെക്കാം, ചട്ടിയിൽ വളർത്താം. നമുക്കിപ്പം സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ മുകളിലൊക്കെ നമ്മളെ റൂഫിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മാവാണ്. മുറ്റത്ത് വെക്കാൻ പറ്റും, ചട്ടിയിൽ വളർത്താൻ പറ്റും. ഇത് കണ്ടില്ലേ, ചെറുതിൽ തന്നെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. വലിയ മാങ്ങയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. നല്ല നീളത്തിലുള്ളൊരു മാങ്ങയാണ് കേട്ടോ. ഇത് അത്ര മോശം മാങ്ങയൊന്നുമല്ല, നല്ല മാങ്ങ തന്നെയാണ്. ഇതൊക്കെ ഫ്ലവർ വന്നതാണ്, ഇപ്പോൾ മഴയത്ത് കൊഴിഞ്ഞു പോയതാണ്. അപ്പം എല്ലാ സമയത്തും പിടിക്കും. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ പിടിക്കുന്നൊരു മാങ്ങയിനാണ്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതും പരീക്ഷിക്കാവുന്ന, നമ്മളെ കർഷകർക്കൊക്കെ പരീക്ഷിക്കാവുന്നൊരു മാവാണിത്. അപ്പോൾ ഈ തായ്ലാൻഡ് ഓൾ സീസണിൻ്റെ പരിചരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ല. നമ്മൾ എല്ലാ മറ്റു മാവുകൾ വെക്കുന്നത് പോലെ തന്നെ ഏകദേശം ഒരു 3/4 മീറ്റർ ആഴത്തിൽ കുഴി കുഴിക്കുക. അതുപോലെ വട്ടത്തിലോ ചതുരത്തിലോ ഒന്ന് കുഴി കുഴിക്കുക. അതിനുശേഷം അതിൽ വളമൊക്കെ വിട്ട് എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കമ്പോസ്റ്റ്, കോഴിവളം, കോഴിവളം എന്ത് വളം വേണമെങ്കിൽ ഇടാം. അതൊക്കെ ഇട്ട് ആ കുഴി മൂടുക. കുഴി മൂടിയതിന് ശേഷം അതിന് നടുവിലായിട്ട് ബഡ് മൂടാത്ത രീതിയിൽ നടുവിലായിട്ട് ഇതിൻ്റെ ഈ കവറിനനുസരിച്ചിട്ടുള്ള ഒരു കുഴി കുഴിച്ചതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചുറ്റും വളമിടാം. എന്നിട്ട് മൂടുക. ചുവട് കുറച്ച് നല്ല രീതിയിൽ ഉറപ്പിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം. ഇതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഫംഗസ് പോലുള്ള രോഗങ്ങളെല്ലാം വരുന്നത് കുറവാണ് ഈ തായ്ലാൻഡ് ഓൾ സീസണ്. അപ്പോൾ അങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇത് പരീക്ഷിക്കാം. ഇതിൽ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മാങ്ങ കിട്ടുന്ന ഒരു മാവിനാണ് തായ്ലാൻഡ് ഓൾ സീസൺ. അതേപോലെ തന്നെ കാറ്റിമോണും നല്ലൊരു മാവിനാണ്. തായ്ലാൻഡിൻ്റെ തന്നെയാണത്. കുറച്ചും കൂടെ നീളത്തിലുള്ളൊരു മാവാണ് കാറ്റിമോൺ. രാജു, പുനർജനി അഗ്രോ ഗാർഡൻ, മാതോത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്.